ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാർഡ്സ് ഷഫിൾഡാണ്, ഞാൻ എടുക്കുകയാണ്. 6 ഓഫ് കപ്സ്, നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നു. പഴയ കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഡെവിൾ, നിങ്ങളെപ്പറ്റി ഒബ്സസ്ഡാണ്. നിങ്ങളുടെ ചിന്തകൾ ഇവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ഒബ്സസ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ടെമ്പറൻസ്, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് ഇവർ വിചാരിക്കുന്നു. സ്നേഹം തന്ന് സ്നേഹം തിരിച്ചു കിട്ടണം എന്നാണ് ഇവർ ആലോചിക്കുന്നത് ഇപ്പോൾ. ഡെത്ത് ആൻഡ് റീബർത്ത്, അതായത് നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിൽ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനൊരു ക്ലോഷർ കൊടുത്തിട്ട്, അതായത് ഇവരുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിനൊരു ക്ലോഷർ കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ദ ഹാങ്ഡ് മാൻ, അത് തന്നെയാണ്, ഇവരൊരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അങ്ങനെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവരുടെ ചിന്തകളുടെ പേഴ്സ്പെക്റ്റീവ് മാറി, ചിന്താ രീതികൾ മാറി നിങ്ങളുടെ അടുത്തേക്ക് ഫോക്കസ്ഡ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ജസ്റ്റിസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് ചെയ്യണം എന്നാണ് അവർ ആലോചിക്കുന്നത്. ദ വീൽ, ഈ സമയവും മാറും. ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡിലേക്ക് തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അവരുടെ ഫീലിങ്സും കൂടെയാണ്. ദ ഹെർമിറ്റ്, ഇപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുകയാണ്, ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്, സങ്കടത്തിലാണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഇവർക്ക് വളരെയധികം ഉണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസ്, വീണ്ടും നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയുള്ള കൺഫർമേഷനാണിത്. ഇവർ നിങ്ങളെപ്പറ്റി തന്നെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹമുണ്ട്.